ഒരു സഹോദരങ്ങൾ, നമ്മുടെ മക്കളെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞതുപോലെ സുഖാനുഗ്രഹങ്ങളിൽ മൂടിക്കൊണ്ട് നിങ്ങൾ കുട്ടികളെ വളർത്തരുത്. കുട്ടികൾക്ക് ജീവിതത്തിലെ പാരുഷ്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ അനുഭവിപ്പിക്കണം. നിങ്ങളെല്ലാ സന്ദർഭത്തിലും അവർക്ക് ഒപ്പമുണ്ടാവുകയില്ല. നിങ്ങളോട് പോവും, കുട്ടികളോട് ജീവിക്കും. എല്ലാ സന്ദർഭത്തിലും പറഞ്ഞതൊക്കെ എടുത്തു കൊടുക്കാൻ ഒരിക്കലും മാതാപിതാക്കൾ എന്നും ഉണ്ടാവുകയില്ല. കുട്ടികൾ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സമയം വരാനുണ്ട്. നിങ്ങൾ അതിന് അവരെ തയ്യാറാക്കണം. ഇന്ന് കുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ പാരൻസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? മക്കൾ ചോദിച്ചെല്ലാം വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് വിഷമറിയിക്കാൻ പാടില്ല, അവർക്ക് ദുഃഖം അറിയിക്കാൻ പാടില്ല, അവരൊരു പ്രയാസം അനുഭവിക്കരുത്. ഇങ്ങനെ കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. നീ കുട്ടിയെ ഒന്നും കേൾപ്പിക്കാതെ ജീവിപ്പിച്ചാൽ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ അതാണോ ഇനി കാണാൻ പോകുന്നതല്ല. സമൂഹം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് കുട്ടിക്ക് തിരിച്ചറിവ് നൽകണം. അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അവന് ബോധ്യം നൽകണം. മോനെ, നീ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പോകുന്ന ആൾക്കാർ, ചില ആളുകൾ പറയും മനുഷ്യരെല്ലാം നല്ലവരാണ് മോനെ, മനുഷ്യരെല്ലാം ഒരാൾ കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ചെന്നായ്ക്കളക്കാൾ മോശമായ ആൾക്കാരുണ്ട്. അവനോട് പറയുന്നത് യാഥാർത്ഥ്യമുള്ള കാര്യമായിരിക്കണം. ഇന്ന് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്ന ആധുനിക സംസ്കാരങ്ങളുടെ ഭാഗമാണ് എല്ലാവരെയും അൺകണ്ടീഷണലായി സ്നേഹിക്കുക. കുട്ടികളോട് അങ്ങനെ പറയരുത്. നല്ലതുണ്ട്, കെട്ടതുമുണ്ട്. നല്ലതിനെയാണ് മോനെ സ്നേഹിക്കാൻ പാടുള്ളൂ, കെട്ടതിനെ അടുപ്പിക്കാൻ പാടില്ല. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മസലുൽ ജലീസ് സാലിഹ് കസാഹിബിൽ മിസ്ക് ഔ കഹാമിലിൽ മിസ്ക്. നല്ല കൂട്ടുകാരൻ്റെ ഉപമ അത്തർ വിൽപ്പനക്കാരനെ പോലെയാണ്. അവൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒന്നല്ലേ അത്തർ വാങ്ങിക്കാം, അതല്ലെങ്കിൽ മണത്തു നോക്കാം. അതുമല്ലെങ്കിൽ അവൻ ഈ കൊണ്ട് നടക്കുന്ന അത്തറിൽ നിന്ന് പുറത്തു വരുന്ന മണമെങ്കിലും നിനക്ക് കിട്ടും. മോശം കൂട്ടുകാരൻ എങ്ങനെയാണ് അവൻ്റെ അവസ്ഥ? കനാഫിഖിൽ കീർ, ഉലയിലൂതുന്ന ആലയിൽ പണിയെടുക്കുന്ന മനുഷ്യനെ പോലെയാണ്. അവൻ്റെ അടുത്ത് നിന്നാൽ ഏറ്റവും ഒന്നല്ലെങ്കിൽ നിന്റെ വസ്ത്രം കത്തിപ്പോകും, തീപ്പൊരി വന്ന്. അതുമല്ലെങ്കിൽ നീ അവൻ്റെ അടുത്ത് ഇരിക്കുന്നിടത്തോളം ആ ആലയിലെ മോശം മണം നിന്റെ മൂക്കിലേക്ക് അടിച്ചു കയറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണം.